ഹലോ എല്ലാ കൂട്ടുകാർക്കും ACID സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താ? ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് സെലനോളജി. എന്താണ്? സെലനോളജിയാണ് ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര്. ചന്ദ്രനിലെ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാ? ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? അത് ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. 1957 ഒക്ടോബർ 4 ഏത് ദിവസമായിട്ട് ആചരിക്കുന്നത്? ബഹിരാകാശ യുഗപ്പിറവിയുടെ ബഹിരാകാശ ദിനമായിട്ട് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത് 1957 ഒക്ടോബർ 4. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? സ്പുട്നിക് 1 വിക്ഷേപിച്ച ഡേറ്റ് ആണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ച ഡേറ്റ് ആണ് 1957 ഒക്ടോബർ 4. ബഹിരാകാശ യുഗപ്പിറവിയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബഹിരാകാശത്ത് പോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെയാണ്? ബഹിരാകാശത്ത് പോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെയാണ്? അത് ബെൽക്ക ആൻഡ് സ്ട്രെൽക്ക എന്നീ പട്ടികളാണ് ബഹിരാകാശത്ത് പോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയ ആദ്യ ജീവികള്. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ വാലന്റീന തെരഷ്കോവക്കുള്ള പ്രശസ്തി എന്താണ്? ആരാണ് വാലന്റീന തെരഷ്കോവ? അത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിതയാണ് വാലന്റീന തെരഷ്കോവ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ്? അത് വാലന്റീന തെരഷ്കോവയാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ പര്യവേക്ഷണ വാഹനം ഏതറിയോ? ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ പര്യവേക്ഷണ വാഹനമാണ് ഏതാ? അത് ലൂണ 1. USSRന്റെ ലൂണ 1 ആണ് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ വാഹനമാണ് ലൂണ 1. ഇനി ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യത്തെ പര്യവേക്ഷണ വാഹനം ഏതാ? ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യത്തെ പര്യവേക്ഷണ വാഹനം ഏതാണ്? അത് USSRന്റെ സോണ്ട് 5 ആണ് ചന്ദ്രനെ ചുറ്റിയിട്ട്. അപ്പൊ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ പര്യവേക്ഷണ വാഹനം ചോദിച്ചു കഴിഞ്ഞാല് ലൂണ 1 ആണ്. എന്നാൽ ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യത്തെ പര്യവേഷണ വാഹനമാണ് USSRന്റെ സോണ്ട് 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാ? ഏതാണ്? അത് സാറ്റേൺ 5 ആണ്. സാറ്റേൺ 5 അപ്പോളോ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ആണ് സാറ്റേൺ 5. ഈ അപ്പോളോ യാത്രകൾക്കിടയിലെ വിജയകരമായൊരു പരാജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു യാത്രയുണ്ട്. അത് ഏതാണ്? അപ്പോളോ യാത്രകൾക്കിടയിലെ വിജയകരമായൊരു പരാജയം എന്ന് വിശേഷിക്കപ്പെട്ടത് അപ്പോളോ 13 ആട്ടോ. അപ്പോളോ 13 വിജയകരമായ ഒരു പരാജയം എന്ന് വിശേഷിക്കപ്പെട്ട യാത്ര ഏതാണ്? അപ്പോളോ 13 ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞനാരാ? ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഹാരിസൺ ജാക്ക് സ്മിത്ത് ആണ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രനിൽ അവസാനമായി നടന്ന മനുഷ്യനാണ് യൂജിൻ സെർനാനാണ് ചന്ദ്രനിൽ അവസാനമായിട്ട് നടന്ന മനുഷ്യൻ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ വാഹനമായിരുന്ന ചന്ദ്രയാൻ 1 പരീക്ഷണ ഉപകരണങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു MIP. ഇതിന്റെ പൂർണ്ണരൂപം എന്താ? MIP എന്നുള്ളത് ചന്ദ്രയാൻ 1 പരീക്ഷണ ഉപകരണങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഉപകരണമായിരുന്നു MIP. ഈ MIPന്റെ ഫുൾ ഫോം ആണ് മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നാണ് MIPയുടെ ഫുൾ ഫോം. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ് ഇസ്രോ. ഇസ്രോന്റെ ഫുൾ ഫോം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഔദ്യോഗിക സ്ഥാപനം. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യത്തിന്റെ ഔദ്യോഗിക നാമം എന്താ? ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യത്തിന്റെ ഔദ്യോഗിക നാമം മാർസ് ഓർബിറ്റൽ മിഷൻ എന്നാണ്. മാർസ് ഓർബിറ്റൽ മിഷനാണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്. മാർസ് ഓർബിറ്റൽ മിഷൻ.
സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ ഇന്ന് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? പ്ലൂട്ടോ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കുള്ളൻ ഗ്രഹങ്ങളിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. കുള്ളൻ ഗ്രഹങ്ങളിലാണ് പ്ലൂട്ടോ ഉൾപ്പെടുന്നത്. ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏതാ? ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമിഡ. ആകാശഗംഗ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമിഡ. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രനെ പറയുന്ന പേരെന്താ? ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രനെ പറയുന്ന പേരാണ് ബ്ലൂ മൂണ്. ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന പൂർണ്ണചന്ദ്രനെ പറയുന്ന പേരാണ് ബ്ലൂ മൂണ്. ചന്ദ്രൻ, പ്ലൂട്ടോ, ഗാനിമീഡ്, ടൈറ്റാൻ എന്നിവയിലെ ഏറ്റവും വലിയ ഗോളം ഏതാ? ഗാനിമീഡാണ് ഏറ്റവും വലിയ ഗോളം. വെള്ളിയാഴ്ച ഏത് ഗ്രഹത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വെള്ളിയാഴ്ച എന്നത് ഏത് ഗ്രഹത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശുക്രന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ്. ശുക്രന്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. ഓക്കെ.